In the second last episode of Love Languages, we are going to discuss probably the most confusing love language, gifts, giving and receiving. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് തോട്ട്ഫുൾ ഗിഫ്റ്റ്സ് എന്നുള്ളത്. നൗ ഇതൊരു വലിയ ചലഞ്ചാണ്. കാരണം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തോട്ട്ഫുൾനെസ് ആയിട്ട് പലരും കണക്കാക്കുന്നത് ഒരുപാട് സമയം എഫേർട്ടൊക്കെ നമ്മളിട്ട്, എസ്പെഷ്യലി ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ലൈക്ക് എൻ എക്സ്പ്ലോഷൻ ബോക്സ് ഓർ ഹാൻഡ് മെയ്ഡ് കാർഡ്, ഇതിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട്. ബട്ട് നമുക്ക് ആ കഴിവുകളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വി സ്റ്റിൽ ഹാവ് ടു മേക്ക് അവർ പാർട്ട്നേഴ്സ് ഫീൽ ഗുഡ്, റൈറ്റ്? ടു തിങ്സ് ടു കൺസിഡർ. ഇഫ് നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ഗിഫ്റ്റ് റിസീവിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അത് മെറ്റീരിയലിസ്റ്റിക് ആണോ അല്ലേ, വലുത് ചെറുത്, പ്രൈസിങ്, ദീസ് തിങ്സ് ഡോണ്ട് മാറ്റർ. ഓ ഐ ലൈക്ക് ദിസ്, ഇതെനിക്ക് വേണ്ടൊരു കാര്യമായിരുന്നല്ലോ, ഓ ഹി ഹേർട്ട് മീ, ഷീ ഹേർട്ട് മീ എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ കിട്ടേണ്ടത്. ഇനി ഗിഫ്റ്റ് ഗിവിംഗ് ആണ് നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എങ്കിൽ അവർ തരുന്ന ഗിഫ്റ്റ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കുറച്ച് സെക്കൻഡറി ആണ്. പക്ഷേ അത് വളരെ സന്തോഷത്തോടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കയ്യിൽ വാങ്ങുക, അല്ലെങ്കിൽ പൊട്ടിച്ചു നോക്കുക, ഓർ ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ദർ ഇസ് എ ക്യാച്ച്. ഇഫ് ഐ repeatedly keep telling my partner എനിക്ക് റെഡ് കളർ ഇഷ്ടമല്ല, ആൻഡ് മൈ പാർട്ട്ണർ മേ ബി ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് സ്റ്റിൽ ചൂസസ് ടു ഗിഫ്റ്റ് മീ എ റെഡ് ഡ്രസ്, ദെൻ ആ ഗിഫ്റ്റ് ഗിവിങ് അവിടെ ഭയങ്കര മീനിങ്ലെസ് ആയി പോകും. നൗ കോൺസെപ്റ്റ്സ് ലൈക്ക് ഈ ഗിഫ്റ്റ് കാർഡൊക്കെ അതൊട്ടും തോട്ട്ഫുൾ അല്ല, അതൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ, ചുമ്മാ കുറച്ച് പൈസ കൊടുക്കുന്ന പോലെയല്ലേ ഉള്ളൂ എന്ന് പറയും. ഇനി അത് പോയിന്റ് ഇസ്, നിങ്ങളുടെ പാർട്ട്ണർക്ക് അവരുടെ ക്ലോതിങ്ങോ സ്കിൻ കെയർ ഒക്കെ സ്വയം ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് നമ്മളെന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് അവരുടെ ടേസ്റ്റുമായിട്ട് മാച്ച് ചെയ്യാതെ അവരത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നതിലും എത്രയോ ബെറ്ററാണ് letting them pick what they want, like take them to a shop or give them a card. Now that will hold more meaning. Special occasions-ൽ മാത്രമായിട്ട് ഒതുങ്ങേണ്ട ഒരു കാര്യവും ഇല്ല ഗിഫ്റ്റ് ഗിവിങ്. നിങ്ങളൊരു സ്ഥലത്ത് പോകുന്നു, യു സീ സംതിങ്, അത് പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു, യു പിക്ക് ഇറ്റ് അപ്പ്, ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ ലവ് ലാംഗ്വേജ്, റൈറ്റ്? ഓൾസോ ഹൗ യു ഗിവ് ഇറ്റ് ടു ദം ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരു ഗിഫ്റ്റ് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്തോ എന്ന് പറയുന്നത് പോലെയല്ല, അത് നന്നായിട്ടൊക്കെ റാപ്പ് ചെയ്ത് മേ ബി വെയിറ്റ് ടിൽ ദേ വേക്ക് അപ്പ് ആൻഡ് ഗിഫ്റ്റ് ടു ദം ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. സോ ദീസ് ലിറ്റിൽ ഗെസ്റ്റേഴ്സ് മേക്ക് എ ഹോൾ ലോട്ട് ഓഫ് ഡിഫറൻസ് വെൻ ഇറ്റ് കംസ് ടു ഗിഫ്റ്റിംഗ്.